ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചിക്കനെ ഞാൻ ചെറിയ പീസസുകളാക്കി എടുത്തിട്ടുണ്ട്. ദാണ്ടെ ഇതുപോലെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, സോൾട്ട് കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലൊന്ന്, അപ്പോഴത്തേക്ക് ഇതിൽ നല്ലതുപോലെ മസാല പിടിക്കും. 5 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോള ഞാൻ നല്ലതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട്സും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അതായി ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. സോൾട്ടും കൂടെ ആഡ് ചെയ്തത്. കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കനില്ലേ ചേർത്ത് കൊടുക്കാം. ഇത് കഴുകി വെള്ളം കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് 10 മിനിറ്റ് ടൈം കൊടുക്കാം. ആ 2 കപ്പ് അരിക്ക് നമുക്ക് 2.25 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 2 ബേ ലീഫ്, ഗ്രാമ്പു, 2-3 ഗ്രാമ്പു, ഏലക്ക ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അതിനകത്തിടുന്നു. പട്ട, ഫ്രൈ ചെയ്ത് വെച്ച ഒണിയനാണ്. കുറച്ച് ഇതിലോട്ടിട്ട് കൊടുക്കും. ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഓയിലോ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടച്ചു വയ്ക്കും. വറുത്ത ഒണിയനില്ലേ അതൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. അരി വേവിക്കാനായിട്ട് വെച്ച വെള്ളം തിളച്ച് അരി ഇട്ട് കൊടുക്കാം. അതിൽ ഇളക്കി അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാനുണ്ട്. റൈസും നോക്കാം. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. കുറച്ച് മിൻറ്റും മല്ലിയിലയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസിന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. പാലിൽ ഒഴിച്ച് വെച്ച സഫ്രോണില്ലേ, നല്ല കളറൊക്കെ വന്നിട്ടില്ലേ, ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഉള്ളിയ എല്ലായിടവും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചിക്കൻ ബിരിയാണി ഒന്ന് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഇതിലോട്ടൊന്ന് മാറ്റി കാണിക്കാം. നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. നല്ല ഫ്ലേവറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. നമ്മളൊരു ബിരിയാണി മസാലയോ ഒന്നും ചേർത്തിട്ടില്ല. സാധാ മസാലകൾ വെച്ച് മാത്രമാണ് ഉണ്ടാക്കിയത്. കുങ്കുമപ്പൂവിൻ്റെ യെല്ലോ കളറൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഈ ചിക്കൻ ബിരിയാണി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.